നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബോക്സ് ചെയിൻ സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ഇത് രണ്ട് മെത്തേഡുണ്ട്. ബോക്സ് ചെയിനും ഉണ്ട്, അതുപോലെ ഡബിൾ ബോക്സ് ചെയിനും ഉണ്ട്. രണ്ടും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പഠിക്കും. നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ച് പഠിച്ചില്ലേ, സെയിം അതേപോലെ തന്നെ ഉള്ളൊരു സ്റ്റിച്ചാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 2 ലൈൻ ഡ്രോ ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ചിലേക്ക് പോകുന്നതിന് മുന്നിട്ട് ഒരുപാട് പേര് നമുക്ക് കമൻറ്റിലും അതുപോലെ വാട്സപ്പിൽ പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചൊരു ഡൗട്ട് കൂടി ക്ലിയർ ചെയ്യാം. താഴേന്ന് നമ്മൾ ത്രെഡ് ചുറ്റിയെടുക്കുമ്പോൾ അത് മുകളിലേക്ക്, അതായത് ക്ലോത്തിന് മുകളിലേക്ക് ത്രെഡ് വരുന്നില്ല എന്നുള്ളതായിരുന്നു ഡൗട്ട്. അതിൻ്റെ റീസൺ ഒന്ന്, നമ്മൾ താഴെ ചുറ്റുന്നത് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. ഇതുപോലെ നമ്മൾ നീഡിൽ താഴേക്ക് ഇറക്കി ത്രെഡ് ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കും. ചുറ്റി പുറകിലേക്ക് നമുക്ക് ആ ത്രെഡിനെ എടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ത്രെഡ് ആ നീഡിലിൽ കുരുങ്ങിയിരിക്കത്തുള്ളൂ. ഇനി നമ്മൾ മുകളിലേക്ക് എടുത്ത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ആ ത്രെഡ് അതുപോലെ തന്നെ മുകളിലേക്ക് വരും. പക്ഷേ പല സമയത്തും നമ്മൾ എന്ത് ചെയ്യും, ഈ താഴെ നീഡിലിറക്കി അതുപോലെ ത്രെഡ് ചുറ്റി ഫുൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യത്തില്ല. ഈ കൈ ചിലപ്പോൾ നമ്മൾ ഹാഫ് റൊട്ടേറ്റ് ചെയ്തത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് നീഡിലെടുത്തിട്ട് ആ ഒരു പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യത്തില്ലേ, ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ത്രെഡ് ആ നീഡിലിൽ നിന്ന് അങ്ങ് വിട്ടുപോകും. ഇനി ഒരു റീസണും കൂടിയുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലോത്തിനെ ടച്ചായി ആ കുറച്ച് മുകളിൽ വരുമ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻ കേസ് ആ ക്ലോത്തിന് താഴെ വെച്ച് തന്നെ നമ്മൾ ഈ നീഡിലിനെ ലെഫ്റ്റ് റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നേരവും ത്രെഡ് നമുക്ക് വിട്ടുപോകും. ജസ്റ്റ് ആ ക്ലോത്തിൻ്റെ മുകളിൽ വരുമ്പോഴാണ്, അതായത് ഫുള്ളായിട്ട് മുകളിൽ വരുമ്പോഴല്ല, ആ ഒരു ക്ലോത്തും നീഡിലും തമ്മിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് നമ്മളിത് ടേൺ ചെയ്യേണ്ടത്. അത് ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 റീസൺ കൊണ്ടാണ് ഈ ത്രെഡ് മുകളിലേക്ക് വരാതെ നമ്മുടെ ആ നീഡിലിൽ നിന്ന് വിട്ട് താഴേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സ്റ്റിച്ചിലേക്ക് പോവാം. ബോക്സ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു ബോക്സിൻ്റെ ഷേപ്പ് ആയിരിക്കും. പക്ഷേ നമുക്കറിയാം, ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു 4 സൈഡാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സ്റ്റിച്ചിന് 6 സൈഡുണ്ട്. ഒരു ഹെക്സഗണൽ ഷേപ്പാണ് ഈ ഒരു സ്റ്റിച്ച് കണ്ടു കഴിഞ്ഞാൽ. സിഗ്സാഗ് സ്റ്റിച്ച് പഠിച്ച സമയത്ത് നമുക്ക് ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, ഈ 2 കാര്യങ്ങൾ മാത്രമായിരുന്നു ആ സ്റ്റിച്ചിൽ വരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റിച്ചിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് മാത്രമേ വരുന്നുള്ളൂ. ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഞാൻ ഈ ഹെക്സഗൺ ഷേപ്പിൻ്റെ മിഡിലിൽ നിന്നൊരു ലൈൻ ഡ്രോ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു ലൈൻ വരച്ചതിൻ്റെ മുകളിൽ വരുന്ന ഷേപ്പ് ഉണ്ടല്ലോ, ഇതാണ് ബോക്സ് ചെയിൻ സ്റ്റിച്ച്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നിട്ട് ഞാനതൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. ഇവിടെ നമ്മൾ താഴെ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യല്, താഴെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. താഴെ നിന്ന് മുകളിലേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ, അതിനുശേഷം ഒരു ഹോറിസോണ്ടൽ ലൈൻ, വീണ്ടും താഴേക്ക് സ്ലാൻഡിങ്, വീണ്ടും ഹോറിസോണ്ടൽ, വീണ്ടും മുകളിലേക്ക് സ്ലാൻഡിങ്. ആ ഹെക്സഗണിൻ്റെ ഷേപ്പ് അറിയാമല്ലോ നമുക്ക് എങ്ങനെയാണ് മോൾ ഭാഗം വരുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ഇത് ഡ്രോ ചെയ്യാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ ആ ഡ്രോ ചെയ്ത് തന്നെ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. സ്റ്റാർട്ടിങ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് മുകളിലെടുക്കുക, അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് എങ്ങോട്ടാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ സൈഡിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്. ഇപ്പോൾ ഇവിടെ മുകളിലേക്ക് നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. വീണ്ടും നമ്മൾ സിഗ്സാഗിൽ ചെയ്ത പോലെ തന്നെ ആ സൈഡിലേക്ക് ആ നീഡിലിനെ ഒന്ന് നീട്ടിപ്പിടിക്കുക. നീട്ടിയതിന് ശേഷം വീണ്ടും ഹൊറിസോണ്ടലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്. വീണ്ടും അവിടെ നമുക്ക് ത്രെഡിനെ ഒന്ന് നീട്ടിപ്പിടിക്കാം. വീണ്ടും താഴേക്ക് ചെയിൻ സ്റ്റിച്ച്. ഇതിൽ ചെയിൻ സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ, വേറെ ലോക്ക് സ്റ്റിച്ചോ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ചെയ്യാൻ ഈസിയാണ്. ഇവിടെ ചെയിൻ കുറച്ച് ലോങ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ത്രെഡിനെ ഒന്ന് നീട്ടി ആ ഒരു സൈഡിലേക്ക് തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ ആ ത്രെഡ് ലൂസായിട്ട് അടുത്ത ഒരു ചെയിനിലേക്ക് കയറി വരത്തില്ല. ഇവിടെ മിസ്റ്റേക്സ് ഒന്നും നമുക്ക് വരാനായിട്ടില്ല. കാരണം നമുക്ക് എത്ര വലിപ്പത്തിലാണ് ആ ഒരു ബോക്സ് വേണ്ടുന്നത് ആ വലിപ്പത്തിൽ നമുക്ക് ഡ്രോ ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളിവിടെ ഈ ഹോറിസോണ്ടലായിട്ട് ചെയ്യുന്ന ചെയിനില്ലേ, ഈ ഒരു ചെയിൻ നമുക്ക് ലോങ് ആയിട്ട് ചെയ്യണമെന്നില്ല. ചെറിയ ചെയിനായിട്ട് ചെയ്ത് വേണേലും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഞാനത് ചെയ്ത് കാണിക്കാം. അടുത്ത പകുതി ഞാൻ ഇതുപോലെ ചെറിയ ചെയിനിട്ട് ചെയ്ത് കാണിക്കാം.
നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതല്ല നിങ്ങൾക്ക് വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ മെസ്സേജ് ചെയ്യാം. ലാസ്റ്റിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് നമുക്ക് ചെയ്യാം. സെക്കൻഡ് മെത്തേഡിന് നമുക്ക് 3 ലൈൻ വരച്ചു കൊടുക്കണം. ഇവിടെയും മുകളിലത്തെ 2 ലൈന് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്ത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സിൽക്ക് ത്രെഡ് ഡബിൾ ലെയർ അല്ലേ എടുക്കുന്നത്, ആ ഡബിൾ ലെയർ തന്നെ ഞാൻ 2 കളറിലെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. മുകളിൽ നമ്മൾ സ്ലാൻഡിങ്ങിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്ത്, ഇവിടെ ഞാൻ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മുകളിൽ ചെയ്ത സെയിം അതുപോലെ തന്നെ നമുക്ക് താഴെയും ഒരു പ്രാവശ്യം ചെയ്യണം. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഡബിൾ കളറിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കാരണം ആ ഒരു ഡിസൈൻ്റെ ലുക്ക് തന്നെ ഒന്ന് വേറെയാണ്. മുകളിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ബോക്സ് ചെയ്യാനും ഞാൻ ഇതുപോലെ സിൽക്ക് ത്രെഡ് ഡബിൾ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ആ വരച്ച ഹെക്സഗൺ ഷേപ്പില്ലേ, ആ ഒരു ഹെക്സഗണിൻ്റെ നമ്മൾ ആ നടുക്കൂടെ ലൈൻ വരച്ചതിൻ്റെ മുകൾ ഭാഗം മാത്രമായിരുന്നു നമ്മളിപ്പോൾ ചെയ്തത്. അതായിരുന്നു ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് നമുക്ക് അടുത്ത പകുതി കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാനത് ഡ്രോ ചെയ്ത് കാണിക്കാം. നമ്മൾ മുകളിൽ ചെയ്ത അതിൻ്റെ സെയിം ഓപ്പോസിറ്റായിട്ട് നമുക്ക് താഴെ സ്റ്റിച്ച് ചെയ്യണം. അവിടെ സ്ലാൻറ്റിങ് റൈറ്റിലേക്ക് വന്നെങ്കിൽ ഇവിടെ താഴെ അതുപോലെ തന്നെ സ്ലാൻറ്റിങ് റൈറ്റിലേക്ക് കൊടുക്കുക. വീണ്ടും ആ മുകളിൽ ഹൊറിസോണ്ടൽ വന്ന സ്ഥലത്ത് തന്നെ നേരെ താഴെ ഹൊറിസോണ്ടലും ആക്കുക. ഇപ്പം ഞാൻ ഈ ഡ്രോ ചെയ്തില്ലേ, അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമല്ലോ. സ്റ്റിച്ചിങ്ങിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ മുകളിൽ ചെയ്തു, സെക്കൻഡ് മെത്തേഡ് ആയപ്പോൾ നമ്മൾ താഴെയും കൂടെ ചെയ്തു ഒരു ബോക്സ് ഫിനിഷ് ചെയ്തു, അത്രയേ ഉള്ളൂ വ്യത്യാസം. സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് സെയിം ആണ്. നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ കൊടുത്തതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്ലാൻറ്റിംഗ് ലൈൻ സെയിം അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ, വീണ്ടും മുകളിലേക്ക് സ്ലാൻറ്റിംഗ് ലൈൻ, വീണ്ടും മുകളിലത്തെ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിനോട് ചേർന്ന് തന്നെ തൊട്ട് താഴെ നമുക്ക് താഴത്തെ ലെയറിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കുക. വീണ്ടും താഴോട്ട് സ്ലാൻറ്റിംഗ് ലൈൻ, പിന്നെ ഹൊറിസോണ്ടൽ ലൈൻ. ഇപ്പോൾ ആ ഒരു ബോക്സിൻ്റെ ഷേപ്പ് തന്നെ വന്നില്ലേ, ആ ഹെക്സഗൺ ഷേപ്പ് കംപ്ലീറ്റ് ആയി. ഈ സ്റ്റിച്ചും നമ്മൾ ഔട്ട്ലൈനായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്കിൻ്റെയൊക്കെ ഔട്ട്ലൈനായിട്ട്, അതല്ലെങ്കിൽ ഷോളിൻ്റെ ഔട്ട്ലൈനായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ചെക്ക് സാരീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള സ്റ്റിച്ചുകൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സാരിക്ക് മാച്ചിങ് ആയിട്ട് വരും. ഈ ഒരു സ്റ്റിച്ചിൽ നമ്മൾ സിക്സാക്കിൽ ചെയ്തില്ലേ, അതുപോലെ ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോണൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. ചെക്ക് ഡിസൈൻ ആകുമ്പോൾ നമുക്ക് മൾട്ടി കളറിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സാരിയിൽ എന്തൊക്കെ കളേഴ്സ് വരുന്നുണ്ടോ ആ കളറിൽ നമുക്ക് ത്രെഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം ഞാൻ ഡബിൾ ലെയർ എടുത്തില്ലേ 2 കളറ്, അപ്പോൾ അതുപോലൊക്കെ നമുക്ക് ത്രെഡ് യൂസ് ചെയ്യാം. നമ്മൾ ഫിനിഷിങ്ങിൽ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സും. ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് സ്റ്റോൺസും കൂടി ആഡ് ചെയ്ത് കാണിക്കാം. ഞാനിവിടെ ആ ഓരോ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോൺ കൊടുക്കുകയാണ്. സ്റ്റോൺ ആഡ് ചെയ്തപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ലുക്കേ മാറി എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ത്രെഡ് മാത്രം വെച്ച് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇത്രയും ഭംഗിയില്ലായിരുന്നു. നമ്മൾ ബ്ലൗസിലൊക്കെ ഈ ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇനി ഒരു അംബ്രല്ല ഷേപ്പ് കൂടി ഡ്രോ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ അംബ്രല്ലയുടെ ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു സ്കെയിൽ എടുത്തു. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സർക്കിൾ സ്കെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിൽസിൻ്റെയൊക്കെ അടപ്പില്ലേ, അപ്പോൾ അതുപോലെ റൗണ്ടിലുള്ള എന്തെങ്കിലും എടുത്താൽ മതി. അംബ്രല്ല ഇപ്പം ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കുക. ആദ്യം നമുക്ക് ഈ പെൻസിൽ കൊണ്ട് വരച്ച സ്ഥലങ്ങളിലെല്ലാം ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളിലായിട്ട് ബോക്സ് ചെയിൻ ഡിസൈൻ ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പെൻസിൽ കൊണ്ട് വരച്ചത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പേന കൊണ്ടും കൂടി ഒന്ന് വരച്ച് കാണിക്കാം. ഇങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
ഇനി സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമല്ലേ, നമ്മൾ ആ ഡ്രോ ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിലൂടെ തന്നെ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഡ്രോ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ബോക്സിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ മുകൾ ഭാഗത്ത് ചെയ്തത് കണ്ടോ, മുകളിൽ നമ്മൾ 3 ബോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പുറത്ത് ബോക്സ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഒരു ചെയിൻ കൊടുത്തു ആ എൻഡ് വരെ പോയി ഫിനിഷ് ചെയ്ത്. അപ്പോൾ ഇതുപോലെ ഓരോന്ന് നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ നോക്കുക. കാരണം അവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇടുന്നതിലും നല്ലത് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും. ഈ സ്റ്റിച്ച് ഞാൻ നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഷേപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്പീഡിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു ബോക്സിനുള്ളിലായിട്ട് നമുക്ക് സ്റ്റോൺ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഷേപ്സ് പറയാം. ആദ്യം നമ്മൾ ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും അതുപോലെ തന്നെ ലൈനിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു അംബ്രല്ല ഷേപ്പ് ചെയ്തിരുന്നല്ലോ, ആ ഒരു അംബ്രല്ല ഷേപ്പ് ചെയ്യണം. ഇനി ഇതുപോലെ ഒരു ഹേർട്ട് ഷേപ്പും കൂടി ചെയ്യണം. അപ്പോൾ ഇത് പാരലൽ ലൈൻസ് ആയിട്ട് തന്നെ ഡിസൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല, ഡയറക്റ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് സ്പീഡപ്പ് ആക്കാനും സ്റ്റിച്ച് ബൈ ഹാർട്ട് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്